പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുണരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ഈ ആഴ്ചയിലെ പാഠം പഠിക്കുവാനും ചിന്തിക്കുവാനും തക്കവണ്ണം ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ ഉള്ളതായ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നതിനോടൊപ്പം ഇന്നത്തെ ഈ പാഠപഠനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ആഴ്ചയിൽ നമുക്ക് പഠിക്കുവാനുള്ളതായ പാഠം എന്ന് പറയുന്നത് 6-ാമത്തെ പാഠമായ ആത്മീക വരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. മനപ്പാഠവാക്യമായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം വാക്യം. 1 കൊരിന്ത്യർ 14:1 ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. വലിയ ഒരു ചിന്തയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ കൊണ്ടുപോകുകയാണ്. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചായ പല ഭാഗങ്ങളും ഈ സഭയിൽ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങൾ, വിഗ്രഹാരാധന, ദുർനടപ്പ്, അശുദ്ധിയോടെയുള്ള ജീവിതം എല്ലാം പൗലോസ് അപ്പോസ്തലൻ എപ്രകാരം കൈകാര്യം ചെയ്തു എന്ന് നാം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് വേറെ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണ്. 1 കൊരിന്ത്യർക്ക് ലേഖനത്തിലെ ആദ്യ 4 അധ്യായങ്ങളിൽ നാം കണ്ടതുപോലെ ഉള്ളതായ പരാമർശിച്ചിരിക്കുന്ന പോലെ വിഭാഗീയതയുടെ പ്രശ്നം പൗലോസിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ സഭാംഗങ്ങൾക്കിടയിലുള്ള യോജിപ്പില്ലായ്മയ്ക്കുള്ള ഉത്തരം ക്രിസ്തുവിലുള്ള ഐക്യമാണ് എന്ന് കാണുന്നു. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ആത്മീക വരങ്ങളുടെ പങ്കിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ പ്രത്യേകതകളെക്കുറിച്ചും അതെപ്രകാരം ആർജിച്ചെടുക്കാം, അത് എങ്ങനെയൊക്കെ സഭയ്ക്ക് ഗുണകരമാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുമാണ്. അങ്ങനെ വലിയൊരു ആശയം അപ്പോസ്തലനായ പൗലോസ് ആ സഭയോട് പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനപ്പാഠവാക്യം നാം വായിച്ചത് ഇപ്രകാരമാണ്: സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. ഈ അന്ത്യനാളുകളിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനോടനുബന്ധിച്ച് നാം ഓരോരുത്തരുമായിരിക്കുന്നു. നാം ഏറ്റവും ശക്തിയേറിയതോടെ അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയും സുവിശേഷം എത്താത്തിടങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ നാം വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ഓരോ സഭയിലും ഓരോ വിശ്വാസികൾക്കും അവനവന് അർഹിക്കുന്ന തരത്തിൽ ഉള്ളതായ വരങ്ങൾ, ആത്മീയ വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അത് ദൈവസഭയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും ജാതികളുടെ ഇടയിൽ സഭയെയും ദൈവത്തെയും ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയുമാണ്. എന്നാൽ എനിക്ക് ഈ വരമാണ് ഉള്ളത്, അവന് ഏറ്റവും ചെറുതാണ് കൊടുത്തത്. എനിക്ക് വലിയ നല്ല വരങ്ങളുണ്ട്. രോഗശാന്തിക്കുള്ള വരം, പ്രാർത്ഥനിക്കാനുള്ള വരം, പ്രസംഗിക്കാനുള്ള വരമൊക്കെ എനിക്ക് ആണുള്ളത്, അവർക്ക് അതൊന്നുമില്ല എന്നുള്ള അഹങ്കാരത്തോടെ നാം പെരുമാറാതെ സംസാരിക്കാതെ ഓരോരുത്തർക്കും അർഹിക്കുന്നതാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇതൊക്കെയും ദൈവനാമ മഹത്വീകരണത്തിനായിട്ട് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. തമ്മിൽ വിഷമതകളും പ്രയാസങ്ങളും
വഴക്കും ഉണ്ടാക്കാതെ ക്രിസ്തുവിലുള്ള ഐക്യത്തോടെ സഭ എന്ന് പറയുന്നത് വിശ്വാസികളാണ്, നമ്മളെല്ലാവരുമാണ് സഭ. അപ്പോൾ നമ്മളെല്ലാവരിലും ദൈവസ്നേഹം വളർത്തിയെടുത്തുകൊണ്ട് സ്നേഹത്തിൽ വേരൂന്നിയ ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം ഈ അന്ത്യനാളുകളിൽ ശ്രമിക്കുക. ഏറ്റവും ശക്തിയേറിയ രീതിയിൽ ദൈവിക വചനങ്ങളെ പഠിക്കുവാനും നാം പഠിച്ച് മനസ്സിലാക്കിയത്, പ്രാർത്ഥനാപൂർവം മനസ്സിലാക്കിയത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറെടുപ്പ് ഉള്ളവരായിരിക്കണം. അതാണ് ഈ അന്ത്യനാളുകളിൽ നാം ചെയ്യേണ്ടത്. നാം ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് വീണ്ടും വീണ്ടും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല ക്വാർട്ടറുകളായിട്ട്, പല വർഷങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ഗുണപാഠമായിട്ട് നാം എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, എപ്രകാരം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ഐക്യത്തിൽ സഭ അല്ലെങ്കിൽ സഭാവിശ്വാസികൾ ജീവിക്കണം എന്നതിനെ കുറിച്ചൊക്കെ മാതൃക കാണിച്ചു തരുവാൻ നമ്മുടെ സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളാണ് ഇതൊക്കെയും. ഈ ഒരു ക്വാർട്ടറിലുടനീളം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1 and 2 കൊരിന്ത്യൻസ്, 1ഉം 2ഉം കൊരിന്ത്യർ, ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സാരാംശം എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാരാംശം. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ 4 സുവിശേഷങ്ങൾ പഠിക്കുക. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായി എപ്രകാരം ജീവിക്കാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ എങ്ങോട്ട് വരണം? ലേഖനങ്ങളിലേക്ക് കടന്നു വരണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവികാത്മാവ് സഭയ്ക്ക് നൽകിയതാണ്, കൊരിന്ത്യ സഭയ്ക്ക് നൽകിയത്. അതാ കൊരിന്ത്യ സഭയ്ക്ക് അന്ന് നൽകിയ കാലഘട്ടത്തിൽ ഇന്നത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കും നമ്മുടെ സഭകൾക്കും ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള ഐക്യത്തിൽ, സ്നേഹത്തിൽ നാം ഓരോരുത്തരും വളരണം, ജീവിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം എന്നാണ് ഇതിൻ്റെ പ്രധാന ആശയം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വരങ്ങളൊക്കെയും ദൈവം നൽകുന്നതാണ്. അത് ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നൽകുന്നത്. സഭ വളരണം, ദൈവസഭയിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുത്തന് പ്രസംഗിക്കാനുള്ള വരം, ഒരുത്തന് ഭാഷാവരം, അന്യഭാഷാവരം, രോഗശാന്തിക്കുള്ള വരം, അങ്ങനെ പല വ്യാഖ്യാനിക്കാനുള്ള വരം, അങ്ങനെ പല നിരവധി വരങ്ങൾ നൽകുന്നു. എന്നാൽ ഇതൊക്കെയും നൽകുന്നത് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നുമാണ്, ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തിൽ നിന്നുമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാതെ ഓരോ വരവും ഓരോരുത്തരുടെ കയ്യിൽ നിന്നുമല്ല ലഭിക്കുന്നത്. ഇതിൻ്റെ ഒക്കെയും പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പല ഉദാഹരണങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാണിക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, അവയവങ്ങൾ എപ്രകാരമാണ്, നമ്മുടെ ഓരോരുത്തരെയും അവയവങ്ങൾ ശരീരത്തിൽ എങ്ങനെ ഇരിക്കുന്നു. എന്നാൽ ഈ കൈ ഒരു അവയവമാണ്, പക്ഷെ ഇതൊരു ശരീരമല്ല. ഇതൊക്കെയും ഒരു ശരീരത്തിൽ ഉള്ളതായ വ്യത്യസ്ത അവയവങ്ങളായിട്ട് കുറിക്കുന്നു. ഇതൊക്കെ നമ്മൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കണം കഴിയുന്ന കാര്യങ്ങളാണ്. ഈ 12-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. ആത്മീയ വരം എന്നല്ല, വരങ്ങൾ. ഒന്നിലധികം വ്യത്യസ്ത വരങ്ങളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം പ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്നു ഞാൻ ഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികൾ ആയിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്നു പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്നു പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്നു ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. 4 മുതലുള്ളതായ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും എടുത്തു കാണിക്കുന്നു, 4 മുതൽ 6 വരെ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസം ഉണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസം ഉണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നു. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും, എന്നാൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരാളേ ഉള്ളൂ, ഒരു വ്യക്തിയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടായിരിക്കും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നാം ശുശ്രൂഷിക്കുന്നത്.
കർത്താവായ യേശുക്രിസ്തു ഒരുവനാണ് ഉള്ളത്. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന യഹോവയായ ദൈവം, പിതാവായ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ത്രിയേക ദൈവത്തെ എടുത്തു കാണിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക വ്യക്തിത്വങ്ങൾ, 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയ ഏക സത്യദൈവത്തെ വരച്ചു കാണിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെയൊക്കെയും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അവനവന് അർഹിക്കുന്നത് നൽകുന്നു. അത് സഭയ്ക്ക് പ്രയോജനമുള്ളതായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊക്കെയും ലഭിച്ച പലരും എങ്ങനെയാണ് സഭയെ മേയ്ക്കുന്നത്, സഭയെ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ഓരോ വരങ്ങളെ ദൈവം നൽകുമ്പോൾ ആ വരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതെ, തക്കത്തിൽ വിനിയോഗിക്കാതെ അത് മാറ്റിക്കൊണ്ട് ദുഷ്ടന് പ്രസാദമാകും വണ്ണം ഓരോ പ്രവൃത്തികളും ചെയ്ത് ജീവിക്കുകയാണ് ഇന്നുള്ള പലരും. സഭയിൽ വരിക ഇല്ല. പാട്ട് പാടാൻ അറിയുന്നവരായിരിക്കും, എന്നാൽ പാടില്ല. വചനം വായിക്കുവാൻ അറിയായിരിക്കും, എന്നാൽ അത് ചെയ്യത്തില്ല. പല കാര്യങ്ങളും അറിയാം, പക്ഷേ ചെയ്യത്തില്ല. എന്നാൽ ഇതൊക്കെയും ദൈവം ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും പലർക്കും നൽകിയിരിക്കുന്നത് സഭയെ വളർത്തിയെടുക്കുവാനും സത്യദൈവത്തെ അറിയാത്തവരിലേക്ക് സഭ മുഖാന്തരം ദൈവത്തെ എത്തിക്കുവാനും വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ത്രിയേക സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇവിടെ ആത്മീയ വരങ്ങൾ രൂപീകരിച്ചെടുത്തത് എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവയെല്ലാം വിശ്വാസ സമൂഹത്തിന് മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു. ഓരോ വിശ്വാസിക്കും തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ വരങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ അതിൽ വളർന്നു വരുവാൻ ദൈവത്തിലേക്ക് നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുപാട് ആളുകളെ നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം കൂട്ടായി പ്രവർത്തിക്കാം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ വരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ശുശ്രൂഷകളെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് പോകാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു കേന്ദ്ര ആശയം ഇവിടെ പ്രതിപാദിക്കുന്നത്, ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം വളരെ വ്യത്യസ്തമാണെങ്കിലും 15 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവയെല്ലാം പരസ്പരം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുകൂടെ അവിടെ പറയുന്നു. സഭയിലുള്ള ഐക്യം, ഒരു സഭയിൽ ചിലപ്പോൾ നല്ല ഹൈ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാകും, നല്ല സമ്പന്നന്മാരുണ്ടാകും, എന്നാൽ ദരിദ്രന്മാരുണ്ടാകും, കൂലിപ്പണിക്കാരുണ്ടാകും, പല വ്യത്യസ്ത ആളുകൾ സഭയിലുണ്ടാകും. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും, ഈ പണക്കാരനെന്നോ ദരിദ്രനെന്നോ മിഡിൽ ക്ലാസ് ഫാമിലി എന്നോ ഒന്നുമില്ല, എല്ലാവരും ഒന്നത്രേ എന്ന് തിരുവചനം പറയുന്നു. നമുക്ക് കണ്ണില്ലെങ്കിൽ കാലിന് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്നറിയാതെ പകച്ചു പോകുന്ന അവസ്ഥ വരും. കണ്ണില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് എന്ത് എടുക്കണമെന്ന് നമുക്കറിയാത്ത അവസ്ഥ വരും. അപ്പോൾ കണ്ണിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്നാൽ കണ്ണൊഴികെ ബാക്കി എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല. ഓരോ അവയവത്തിനും മൂക്കിന് മണക്കുവാനുള്ളതായ ശക്തിയുണ്ട്. എന്നാലേ അതെന്ത് ആണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. നാവിന് അതെന്ത് വസ്തു, ഏത് രുചി വരുന്നു, ടേസ്റ്റ് നോക്കുവാൻ. വിരലുകൾ, കാൽപാദം, നമ്മുടെ ബ്രെയിൻ, തലച്ചോറ്, ചെവി, അങ്ങനെ പല കാര്യങ്ങളും, അതൊക്കെ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യുന്നു. എന്നാൽ കണ്ണ് പറയുന്നു, ഞാൻ ഒരു ദിവസത്തേക്ക് എൻ്റെ പ്രവർത്തനം ചെയ്യാതെ മാറി നിൽക്കുന്നു, ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാറിയിരിക്കാൻ പറ്റുമോ? അപ്പോൾ മറ്റെല്ലാം തകരാറിലേക്ക് വരും. എന്നാൽ അങ്ങനെ ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഒരു ശരീരത്തിലെ വിവിധ ഭാഗങ്ങളാണെങ്കിലും ഒരു ശരീരത്തിൽ അവർ എന്താണ്, ഐക്യ മനോഭാവത്തോടെ ശുശ്രൂഷ ചെയ്തു പോരുന്നു. അവരുടെ പ്രവൃത്തികൾ, ജോലികൾ വളരെ ഭംഗിയായി ചെയ്തു പോരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇതിനൊക്കെയും നിയന്ത്രിക്കുന്ന ഒരു ഹെഡ് ഉണ്ട്. അതിൻ്റെ
കമാൻഡിനനുസരിച്ചാണ് അത് ഈ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഹൃദയം വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ്. അതുപോലെ എല്ലാം അതിന് അനുസരിച്ചുള്ള പ്രാധാന്യം കൈവരിക്കുന്നു. അതുപോലെ സഭയിലുള്ള ഓരോ വിശ്വാസികളും, ദൈവസഭയിലുള്ള ഓരോ വിശ്വാസികൾക്കും ദൈവം ഓരോ താലന്ത് നൽകിയിട്ടുണ്ട്. ആ ഓരോ വിശ്വാസിക്കും അതിനനുസരിച്ചുള്ള വില ക്രിസ്തു നൽകിയിട്ടുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ വില കുറച്ച് കാണരുത്. ദൈവം നമുക്ക് വലിയ ഒരു മതിപ്പുള്ള വിലയാണ് നൽകിയിരിക്കുന്നത്. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ പണം കൊണ്ടോ കർത്താവായ യേശു ക്രിസ്തു നമ്മെ മേടിച്ചതല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ പ്രിഷ്യസായിരിക്കുന്ന, വളരെ മൂല്യമേറിയിരിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരിലേക്കാണ്, ദൈവത്തിൻ്റെ മക്കളിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിനാൽ ഓരോ വരങ്ങളെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അതെന്തിനു വേണ്ടി നൽകി, അതിനു വേണ്ടി തന്നെയാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. പ്രാർത്ഥനാപൂർവം ഈ അന്ത്യനാളുകളിൽ ദൈവത്തിൻ്റെ ഈ വരങ്ങളെയൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് അത് ഏതു വരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുക. സഭയിൽ ക്രിസ്തുവിൽ ഉള്ളതായ ഒരു ഐക്യത്തിൽ നാം ഒരുമനപ്പെട്ടുകൊണ്ട് ആ സ്നേഹത്തിൽ നാം ജീവിക്കുവാൻ ചെയ്യുക. ആൻഡ്രൂസ് ബൈബിൾ കമൻട്രിയിൽ പേജ് നമ്പർ 1643 ഇപ്രകാരം ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട്: സ്നേഹം പല വരങ്ങളിൽ ഒന്നല്ല. എല്ലാ വരങ്ങളും അവയുടെ ആത്യന്തിക ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള ഒരു മാർഗമാണിത്, ഈ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം, അവസാനം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. സ്നേഹത്തിലോ മാത്രമേ ആത്മീക വരങ്ങളെ ഉചിതമായി ഉപയോഗിക്കുവാൻ കഴിയൂ എന്ന് 1 കൊരിന്ത്യർക്ക് 13-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം വായിക്കുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നുമില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം, വാക്യം 8, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നീങ്ങിപ്പോകും, നിന്നുപോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന് തിരുവചനം അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്നു. സ്നേഹത്തിൽ വസിക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിലനിൽക്കുവാനായിട്ട് ആ സഭയോട് അപ്പോസ്തലൻ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്നു. അതുതന്നെയാണ് ഇന്നത്തെ സഭകളോടും പരിശുദ്ധാത്മാവ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഒരുമനപ്പെട്ടുകൊണ്ട് ജീവിക്കുക. സഭയിൽ തമ്മിൽ തർക്കിച്ചും കൊണ്ടും മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് പറയുകയും അവനെ പഴിചാരുകയും ഒന്നും ചെയ്യാതെ തമ്മിൽ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് ഒരുങ്ങുക. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം സ്നേഹമാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ
ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, അവസാന വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ആത്മീയ വരങ്ങളുടെ പ്രയോഗത്തിൽ ഉചിതമായ പെരുമാറ്റത്തിനും ഈ 15 ക്രിയകൾ മാത്രമേ ഉറച്ച മാർഗനിർദ്ദേശം നൽകുന്നുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. അന്യഭാഷാ വരം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷയെക്കുറിച്ചും ഇവിടെ പറയുന്നു. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും എവിടെയാണ് സഭയ്ക്ക് തെറ്റുപറ്റുന്നത്, എങ്ങനെയാണ് സഭ പോകുന്നതൊക്കെയും മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് അപ്പോസ്തലന് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എഴുതുവാൻ കഴിഞ്ഞു. എവിടെയാണ് സഭയ്ക്ക് കുഴപ്പം, അതിനെന്ത് മരുന്ന് നൽകണം, അതൊക്കെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ലേഖനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കൊരിന്ത്യ സഭയ്ക്കുള്ള ലേഖനം ഈ അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും സഭകൾക്ക് ആവശ്യമേറിയതായ ഒരു ലേഖനമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. അന്യഭാഷാ വരം എന്ന ദാനത്തെക്കുറിച്ച് ഇവിടെ എന്ത് പറയുന്നു? 14-ാം അധ്യായം 2 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്കു ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഈ അന്യഭാഷ വരത്തെ അവർ പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അന്യഭാഷകൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതിനായിരിക്കണം എന്നതാണ് ഇവിടെ കാണുന്നത്. അതായത് അന്യഭാഷ എന്ന് പറയുന്നത് ഗ്ലോസ, അത് ഭൂമിയിലുള്ള ഒരു ഭാഷ തന്നെയാണ്. അന്യഭാഷ എനിക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതൊരു അന്യഭാഷയാണ്. തമിഴ് എന്നുള്ളത് ഒരു അന്യഭാഷയാണ്. ഹിന്ദി എന്നുള്ളത് ഒരു അന്യഭാഷയാണ്. നിരവധി ഭാഷകൾ ഈ ഇന്ത്യയിലും ലോകത്തുമുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ മാതൃഭാഷയല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് അന്യഭാഷയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അത് സംസാരിക്കുവാൻ കഴിയുന്നത്, അത് മറ്റുള്ളവർക്ക് അറിയുന്നില്ല എങ്കിൽ അത് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കുന്നതിന് ഒരു അല്ലെങ്കിൽ എന്താണ്, ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് അന്യഭാഷകൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതിനായിരിക്കണം, അല്ലെങ്കിൽ കഴിയുന്നതായിരിക്കണം, അല്ലെങ്കിൽ ആ വരം ഉപയോഗിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. 14-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്കു എന്തു പ്രയോജനം വരും എന്ന് പറയുന്നു. അന്യഭാഷ അത് എന്തിനു വേണ്ടി നൽകി? നമ്മൾ പഠിക്കുമ്പോൾ അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നേടുന്നതിന് വേണ്ടി അന്യഭാഷകൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരുപാട് ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർത്ത അനേകം ആൾക്കാർക്ക് അവരവരുടെ ഭാഷകളിൽ ശിഷ്യന്മാർ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കി സത്യം മനസ്സിലാക്കുകയും ആ അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നേടുന്നതിന് വേണ്ടി
അവിടെ അന്യഭാഷ ഉപയോഗപ്രദമായി എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ അന്യഭാഷ ഉപയോഗിച്ചു. ഇതൊക്കെയും അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നേടുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 22-ാം വാക്യം പറയുന്നത് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 22-ാം വാക്യം, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ, പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മാവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയല്ലോ. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മാവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവനെല്ലാവരും വിവേചിക്കപ്പെടും. ഇവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പൗലോസ് അവിടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ എന്താണ്, പുറത്തു നിന്ന് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് കയറി വന്നാൽ എന്താണ്, ഈ സഭയ്ക്ക് ഭ്രാന്താണ് എന്ന് പറയും. അന്യഭാഷയുണ്ടെങ്കിൽ സംസാരിക്കട്ടെ, അതിനൊരു വ്യാഖ്യാനം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ എന്താണ്, മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഇതൊക്കെയും നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വിവിധങ്ങളായ വരങ്ങളെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികൾക്ക് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ആ വ്യക്തികൾ എനിക്ക് ഇത്രയൊക്കെ വരമുണ്ട് എന്ന് അഹങ്കരിക്കാതെ ലഭിച്ചിരിക്കുന്ന വരത്തിനനുസരിച്ച് അവരുടെ ജീവിതങ്ങളെ, ശുശ്രൂഷകളെ ക്രമീകരിക്കുക. ഈ അന്യഭാഷയുടെ ദുരുപയോഗത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് അവിടെ എടുത്തു പറയുന്നതായിട്ട് നാം കണ്ടു. അത് ഏത് സന്ദർഭത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെയും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ പ്രവചനവരം, അത് പ്രവചനവരത്തെ എന്ന് പറയുന്നത് എന്താണ്, ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. പിന്നെയോ പ്രവചനവരത്തിൻ്റെ പ്രധാന ലക്ഷ്യം ആത്മീയ വർധനവാണ്, പ്രബോധനമാണ്, ആശ്വാസമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. എന്താണ്, പ്രവചിക്കുന്നവൻ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നു. ഇത് ക്രമത്തോടെയുള്ള ഒരു ഉപയോഗം ഉണ്ടായിരിക്കണം. 14-ാം അധ്യായം 1-ാം വാക്യം, 4-ാം വാക്യം, 22 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ദാനത്തിന് മറ്റ് ദാനങ്ങളെക്കാൾ മുൻഗണന നൽകുന്നതായിട്ട് കാണുന്നു. എങ്കിലും ആരാധനയിൽ നാം പരിശോധിക്കുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് ക്രമത്തിൽ ഉപയോഗിക്കണമെന്ന് അപ്പോസ്തലൻ പൗലോസ് സഭയോട് നിർദ്ദേശിക്കുന്നതായിട്ട് കാണുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകലവും യോഗ്യമായും ക്രമമായും നടക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. 29 മുതൽ 33 വരെയുള്ളതായ വേദഭാഗങ്ങൾ, പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്കും എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ എന്ന് പറയുന്നു. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ഇവിടെ വരുമ്പോൾ ഇത് വേറെ ഭാഗം. നമ്മൾ 33 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല എന്ന് ഓർമ്മ വേണം, സമാധാനത്തിൻ്റെ ദൈവമാകുന്നു എന്ന് തിരുവചനം അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സകലവും യോഗ്യമായും ക്രമമായും നടക്കട്ടെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 40-ാം വാക്യമാണ്. അതോടുകൂടി ആ 14-ാമത്തെ അധ്യായം തീരുകയാണ്. എന്താണ്? സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. എല്ലാം അതിൻ്റെ ഭംഗിയിൽ ദൈവം നൽകിയതുപോലെ സഭകളിൽ എന്തിനു വേണ്ടി നൽകിയോ അതിനുവേണ്ടി അത് ഉപയോഗിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർന്നു വരുവാൻ അതിടയാകും എന്ന് പറഞ്ഞുകൊണ്ട് സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ സത്യപ്രവാചകനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും?
പ്രധാനമായി 4 കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. അത് പ്രവചന നിവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പിന്നീട് ബൈബിൾ സത്യങ്ങളുമായിട്ട് ഉള്ള ഒരു യോജിപ്പ് അത് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം അതിലുണ്ടായിരിക്കും. ആത്മീയ ജീവിത ഫലം, അതായത് ആ പ്രവാചകൻ്റെ ജീവിതവും താൻ പ്രവചിക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളോ, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവചന നിവൃത്തി. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയം കൃതമായി സംസാരിച്ചതത്രേ, അവനെ പേടിക്കരുത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമാണ്. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായം 8 മുതൽ 9 വരെ 8-9 വാക്യങ്ങൾ. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ടും യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു. പ്രവചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പ്രവാചകനാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന വ്യക്തിയാണെങ്കിൽ, ദൈവമാണ് അവനെ അത് പറയുവാൻ തക്കവണ്ണം ഇടയാക്കിയതെങ്കിൽ അത് എന്താണ്? പ്രവചന നിവൃത്തിയിലൂടെ അത് സാധ്യമാകും. അവൻ പറഞ്ഞത് അത് നാളെ നടന്നിരിക്കും, വരുന്ന സമയങ്ങളിൽ നടന്നിരിക്കും. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ യഥാർത്ഥ പ്രവാചകനാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വീണ്ടും ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. 13-ാം അധ്യായം 1 മുതൽ 3 വരെ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ ഉണ്ടെന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റാൽ നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കാം എന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്കു നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. അപ്പോൾ ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെക്കുറിച്ച് പറയുകയും നാം ചെന്ന് സേവിക്കാം എന്ന് പറയുകയും ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിപ്പോ അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താലും ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേൾക്കരുത് എന്ന് അനുസരിക്കരുതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം സാധാരണ നമ്മൾ ഗതിയിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. അവർക്ക് എന്താണ്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ, അവർ ഈ വാക്ക് പോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. ഉപദേശത്തിനും സാക്ഷ്യത്തിനും ബൈബിൾ സത്യവുമായുള്ള യോജിപ്പ് നമ്മൾ പരിശോധിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവർ പറയുന്നതെങ്കിൽ ഓക്കെ. അതല്ലാതെ നമ്മൾ അറിയാത്ത സത്യങ്ങളെക്കുറിച്ച്, മീൻസ് ദൈവം ഇതുവരെയും പറയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയുമാണ് പറയുന്നതെങ്കിൽ വിശ്വസിക്കരുത്. അത് ഒരു യഥാർത്ഥ പ്രവാചകനല്ല എന്ന് കാണുവാൻ മനസ്സിലാക്കുന്നു. പിന്നീട് 1 യോഹന്നാൻ 4:1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ പറയുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ഉണ്ടായിരിക്കും. ഒരു പ്രവാചകൻ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും കുറിച്ച് സാക്ഷീകരിക്കണം എന്ന് പറയുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതു ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഇവിടെയും ഒരു യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളം പറയുന്നു. ദൈവാത്മാവിനെ ഇതിനാൽ അറിയും. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവനായിരിക്കണം ആ പ്രവാചകൻ എന്ന് പറയുന്നത്. നാലാമത്തെ, ആത്മീയ ജീവിത ഫലം ഉണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം എന്നുള്ളതായ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാനും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാനും കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിൽ ഇടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയും. ഒരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അവർ കരുണയോടെ ഉണ്ടായിരിക്കും, സത്യസംഭവങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ അവർ പ്രവചിക്കുന്നത് വരുവാനുള്ള സമയങ്ങളിൽ അത് നടക്കുകയും ചെയ്യും, അതിൻ്റെ നിവൃത്തീകരണവും സംഭവിക്കും. ഇതും അന്ത്യകാലത്തിലെ സത്യസഭയിലെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കുന്നു. ആത്മീയ ദാനങ്ങൾ ദൈവം സഭയുടെ വളർച്ചയ്ക്കും അതുപോലെ ഐക്യത്തിനുമായിട്ട് നൽകിയതാണ് എന്ന് നമ്മൾ കണ്ടു. ഇവയുടെ വിനിയോഗത്തിന് അടിത്തറയായിരിക്കേണ്ടതിന് വേണ്ടി ആണ് ക്രിസ്തീയ സ്നേഹത്തിൽ നാം വളരേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രവചനപരവും അന്യഭാഷാപരവും ഉൾപ്പെടെയുള്ള എല്ലാ ദാനങ്ങളും ദൈവസഭയിൽ യോഗ്യമായും ക്രമമായും ദൈവ തേജസ്സിനായി ഉപയോഗിക്കപ്പെടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വരങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. എല്ലാത്തിലും ഉപരിയായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം വളരുക, ജീവിക്കുക. ഈ അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ഈ അവസാന നാളുകളിലുള്ളതായ ആ വലിയ ഒരു മാറ്റം ഉണ്ടാകുവാൻ തക്കൊണ്ട് പോവുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് വരമാണോ ലഭിച്ചിരിക്കുന്നത് ആ വരം ദൈവനാമമഹത്വീകരണത്തിനായി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി നാം ഉപയോഗിക്കുക. തമ്മിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്നും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങളെല്ലാവരും ഓരോ ദിവസവും അതാത് ദിവസത്തെ പാഠങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനാപൂർവം പഠിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് ഓരോരുത്തരും നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം. സഭയ്ക്ക് അങ്ങ് വിവിധങ്ങളായ വരങ്ങൾ നൽകി. ആ വരങ്ങളൊക്കെയും സഭയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വിശ്വാസികളുടെ ഐക്യത്തിനും വേണ്ടിയാണ് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചതായ വരത്തിനനുസരിതമായിട്ട് അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ആ വരം തക്കത്തിൽ വിനിയോഗിച്ച് സുവിശേഷം എത്താത്തിടത്ത്, ദൈവസ്നേഹം എത്താത്തിടത്ത് ശക്തിയോടെ എത്തിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. കർത്താവേ, മനപ്പാഠവാക്യം കേട്ടതുപോലെ അതിനനുസരിച്ച് അടിയങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് ക്രമീകരിക്കണം. സ്നേഹത്തിൽ ഉത്സാഹം കണ്ടെത്തുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ഐക്യത്തിലും സഭയായിട്ട് വളരുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയനോട് കൂടെ കേട്ടതായ പഠിച്ചതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കണം. ഒരുപാട് കർത്താവെ ആത്മീകമായ നിറവിനെ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനാൾ കർത്താവെ ഞങ്ങളുടെ പരിശുദ്ധമായ ശക്തിയോടെ ഈ സുവിശേഷ വേല ചെയ്യുവാൻ തക്കണം സഹായിക്കണം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുന്ന സമയം വരുവാൻ തക്കണമായിരിക്കുന്നു. അത് അടിയങ്ങളിലൂടെ കർത്താവെ നിവർത്തിപ്പാൻ തക്കണം സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.
ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.